പ്രസവാനന്തര ശുശ്രൂഷ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആ കെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, പ്രഗ്നൻസി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് പക്ഷേ എല്ലാവരും പൊതുവെ കുഞ്ഞിൻ്റെ കാര്യത്തിലോട്ടാണ് ശ്രദ്ധ തിരിക്കാറ്. എന്നാൽ അമ്മയുടെ ആരോഗ്യവും അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രസവം 2 തരത്തിലാകാം. നോർമൽ ഡെലിവറി ആകാം, സിസേറിയൻ ആകാം. നോർമൽ ഡെലിവറി ഉള്ള അമ്മമാരുടെ കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് നോർമലി വജൈനയിൽ കൂടെ കുഞ്ഞ് ഡെലിവറി ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് യോനി ഭാഗത്ത് കുറച്ചധികം സ്റ്റിച്ചുകളുടെ എണ്ണമൊക്കെ ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഡെലിവറി ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ചിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ള അമ്മമാർക്ക് ബുദ്ധിമുട്ടുകൾ പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബേബീനെ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. അതിനൊരു ഡിലേ നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. ബേബിയുടെ ഹെൽത്ത് ഓക്കെയാണ്, വേറെ ഓക്സിജൻ്റെ അളവിൽ കുറവൊന്നുമില്ല, ശ്വാസമുട്ടലൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡെലിവറി കഴിഞ്ഞ് നോർമലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 48 hours ശേഷം നമുക്ക് ബേബി ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ മദറിനെയും ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് അവർക്ക് ഫീഡിങ് ടെക്നിക്ക്, അതൊക്കെയാണ് പ്രധാനമായും അവർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഫീഡിങ് പ്രോപ്പറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് ഈ സമയത്ത് അവരെ നോക്കുന്ന ഡോക്ടർമാർ, അവരെ നോക്കുന്ന നഴ്സുമാർ, അവരുടെ കൂടെ നിൽക്കുന്ന കെയർ ടേക്കേഴ്സ്, ഇവരെല്ലാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ പാല് വളരെ കുറവാണ്, കുഞ്ഞ് വല്ലാണ്ട് കരയുന്നു. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് വരുന്നത് ചെറിയ മഞ്ഞ നിറത്തിലുള്ളൊരു ലിക്വിഡ് പോലത്തെ ഒരു ദ്രാവകമാണ്. അതിന് കൊളസ്ട്രം എന്നാണ് നമ്മൾ പറയുന്നത്. അത് വളരെ മിനിമലേ ആദ്യം വരത്തുള്ളൂ. പക്ഷേ അത് ഒത്തിരി ഇമ്മ്യൂണിറ്റി, ബേബിക്ക് ഒത്തിരി അധികം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒത്തിരി ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യലി ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ബേബിക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഈ കൊളസ്ട്രം ഫീഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. പിന്നെ 2 hours കൂടുമ്പോൾ ബേബിയെ സക്ക് ചെയ്യുന്ന അനുസരിച്ച് മദറിന് മിൽക്ക് പ്രൊഡക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം ചിലരിൽ കാണാറുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തരുന്നതാണ്. ആ മെഡിസിൻസ് ഒക്കെ എടുത്ത് ചില അമ്മമാരിൽ ഒരു 1 to 2 weeks എടുക്കും നോർമലി ആ ലാക്ടേഷൻ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആവാനായിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഈ സമയത്ത് ഫോർമുല ഫീഡിംഗ് ഒക്കെ ബേബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ബേബിയുടെ ആ സക്കിങ് ഇത് കുറയുകയും അങ്ങനെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതകൾ കാണാറുണ്ട്. അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ബേബി സക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ കുഞ്ഞിന് മിൽക്ക് പ്രൊഡക്ഷൻ, അതായത് അമ്മയ്ക്ക് മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വരുന്നുള്ളൂ, എന്നാൽ മാത്രമേ കുഞ്ഞിന് ആവശ്യത്തിനുള്ള മിൽക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പം ഈ സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക. നമുക്കറിയാം, ബ്രസ്റ്റ് ഫീഡിങ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ഫുഡുകളുണ്ട്. ഇലക്കറികൾ നല്ലതാണ്, പ്രോട്ടീനുള്ള ഫുഡ് നല്ലതാണ്, ഓട്സ് പോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 2 ഗ്ലാസ് പാല് കുടിക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ് ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാനായിട്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് മദറിന് അധികം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. അവരവരുടെ ടൈം എടുത്ത് 2 hours കൂടുമ്പോൾ ബേബിയെ ഫീഡ് ചെയ്ത് അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. പിന്നെ പല അമ്മമാർക്കും നിപ്പിൾ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി ഫീഡിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ക്രാക്ക് നിപ്പിൾസ് ആയിരിക്കും, ചിലർക്ക് ഫ്ലാറ്റ് നിപ്പിളായിരിക്കും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫീഡിങ്ങിലൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ എടുത്ത് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ അവരത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത്, നോർമൽ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ അധികം അങ്ങനെ റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറില്ല. എന്നിരുന്നാൽ പോലും അവരുടെ സ്റ്റിച്ചൊക്കെ ഹീലായി അവർക്ക് നോർമലായിട്ട് അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലോട്ടൊക്കെ തിരിച്ചു വരാനായിട്ട് ഒരു 1 to 2 weeks കാണാറുണ്ട്. പിന്നെ ബ്ലീഡിങ് കുറച്ചും കൂടി കൂടുതലായിട്ട് നോർമൽ ഡെലിവറിയിൽ, സിസേറിയനെക്കാട്ടിലും കൂടുതലായിട്ട് നോർമൽ ഡെലിവറിയിൽ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് സിസേറിയൻ കഴിഞ്ഞ അമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, സിസേറിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിലൊരു മുറിവുണ്ടാക്കിയ ശേഷമാണ് നമ്മൾ കുഞ്ഞിന് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഈ വയറിലുള്ള ആ സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞ അമ്മമാർക്ക് കുറച്ചും കൂടി പെയിൻ കൂടുതലായിരിക്കും. അവർക്ക് എഴുന്നേറ്റിരിക്കാനും കിടക്കാനും അങ്ങോട്ടും സൈഡുകളിലേക്കൊക്കെ ചെരിയാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്.
അപ്പോൾ ഈ സമയത്ത് അവർക്ക് നല്ല ഒരു കെയർ ടേക്കർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ പെയിൻ ഇരിക്കുമ്പോൾ അവർക്ക് ഫീഡിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആവശ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ഈ അമ്മമാർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 1 to 2 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും സിസേറിയൻ കഴിഞ്ഞ അമ്മമാരിലും അവരുടെ പെയിനൊക്കെ കുറഞ്ഞ് അവർ കുറച്ചൊക്കെ നോർമലായിട്ട് വരാറുണ്ട്. ഇത്തരക്കാരിൽ സിസേറിയൻ കഴിഞ്ഞവരിൽ ബ്ലീഡിങ് കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസേറിയനാണെങ്കിൽ നമുക്ക് ഫീഡിങ് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. മദറിന് സെഡേഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു 4 മണിക്കൂറിന് ശേഷമാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സിസേറിയനാണെങ്കിൽ പോലും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അതൊക്കെ മിൽക്ക് പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊരു 5 ദിവസം അല്ലെങ്കിൽ 6ാമത്തെ ദിവസം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ അമ്മമാരെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാറുണ്ട്. അപ്പം ആ വീട്ടിൽ ചെന്ന ശേഷം 6 ആഴ്ച അവർ റെസ്റ്റ് എടുക്കണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ കുറച്ച് സമയം കിടക്കുക, കുറച്ച് സമയം അവർക്ക് അവരുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അവർ സിസേറിയൻ കഴിഞ്ഞ അമ്മമാർ പ്രത്യേകിച്ച് എഴുന്നേറ്റൊക്കെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ രക്തക്കൊള്ളികൾ രക്തക്കട്ട പിടിച്ച് ത്രോംബോസിസ് എന്നൊക്കെ പറയുന്ന കുറച്ച് സീരിയസ് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ വരുന്ന നീര് ഒരു നോർമലായിട്ട് പ്രഗ്നൻസി കഴിയുന്ന എല്ലാ അമ്മമാരിലും വരാറുണ്ട്. ഡെലിവറി കഴിഞ്ഞ അമ്മമാരിൽ വരാറുണ്ട്. അപ്പോൾ അവരുടെ BP നോർമലാണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ നീര് തന്നെ സെറ്റിലായിക്കോളും. അവരോട് റെസ്റ്റ് എടുക്കാൻ പറയുക. കിടക്കുമ്പോൾ കാല് കുറച്ച് എലിവേറ്റ് ചെയ്ത് കിടക്കുന്നതൊക്കെ നീര് കുറയാനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലരുടെ വിചാരം ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച എഴുന്നേൽക്കാനേ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. OPയിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണത്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് എഴുന്നേറ്റിരിക്കുക, നമ്മൾ ഭാരമുള്ള ജോലികൾ, അതായത് വെയിറ്റ് എടുക്കുന്ന ജോലികളോ വീട്ടിലെ വലിയ ജോലികളോ ചെയ്യാതിരിക്കുക. സ്റ്റെപ്പ് കയറുന്നത് കുറച്ച് ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് പ്രഗ്നൻസി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ റിലാക്സിനൊക്കെ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാവും. അപ്പം ഈ ഹോർമോൺസൊക്കെ നമ്മുടെ ലിഗമെൻസിലും ജോയിൻസിലൊക്കെ ഉള്ളത് കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ ഒരു ലിഗമെൻ്റ് ഇഞ്ചുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് കൂടുതലാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഹോർമോൺസ് എല്ലാം പോകാനായിട്ട് 6 ആഴ്ച സമയമെടുക്കും. അപ്പോൾ ആ 6 ആഴ്ച നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല പറയുന്നത്. പിന്നെ പലരും ചോദിക്കുന്നതാണ് ഇങ്ങനെ വേദ് കുളിക്കാമോ, ആ മരുന്ന് കഴിക്കാമോ, ഈ മരുന്ന് കഴിക്കാമോ. മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ച് നമ്മളങ്ങനെ മെഡിസിൻസ് ഒന്നും അയണും കാൽസ്യവും വൈറ്റമിൻ ടാബ്ലറ്റ്സും അല്ലാതെ വേറെ ടാബ്ലറ്റ്സ് ഒന്നും അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ നാട്ടുമരുന്നുകൾ അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അവർ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഈ വേദുകുളി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ സിസേറിയൻ കഴിഞ്ഞ അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റിച്ചൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ വേദുകുളി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നോർമൽ ഡെലിവറിയിലാണെങ്കിലും അവരുടെ സ്റ്റിച്ചുള്ള ഭാഗങ്ങളിൽ ചൂടുള്ള വെള്ളം ഒഴിക്കാതിരിക്കാനോ ചൂട് പിടിക്കാതിരിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക. നോർമലായിട്ടുള്ള ഹീലിംഗ് ആണ് എപ്പോഴും സ്റ്റിച്ചുകൾക്ക് നല്ലത്. പിന്നെ അറിയേണ്ട ഒരു കാര്യം 6 ആഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. 6 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ യൂട്രസൊക്കെ കുറച്ച് വീക്കായിരിക്കും. നമ്മുടെ യൂട്രസിൻ്റെ സപ്പോർട്ടുകളൊക്കെ സ്ട്രോങ് ആയിട്ട് വരാനായിട്ട് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് അല്ലെങ്കിൽ കീഗിൾസ് എക്സസൈസ് എന്ന് പറയും. നമുക്കെല്ലാം നിങ്ങളുടെ OPയിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞു തരും. നമ്മുടെ താഴ്ഭാഗത്തെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസ് ടൈറ്റാക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് യൂട്രസ് പുറത്തോട്ട് വരാനായിട്ട്, അതായത് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് അല്ലെങ്കിൽ കീഗിൾസ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ ഒരു 3 നേരം 8 തവണയെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മസിൽസൊക്കെ ഡെലിവറിക്ക് ശേഷം അയവ് വന്നിരിക്കുന്ന മസിൽസൊക്കെ സ്ട്രോങ് ആക്കുന്നതിന് നല്ലതാണ്. പിന്നെ എക്സസൈസുകൾ ബാക്കിയുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. ഉടനെ ചെയ്തെങ്കിൽ മാത്രമേ സിസേറിയൻ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാരുടെ വയറിലെ മസിൽസൊക്കെ ടൈറ്റായി വയറ് ചാടുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത്തരം എക്സസൈസുകൾ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലരുടെയും ഒരു വിചാരമാണ് ഡെലിവറി കഴിഞ്ഞാൽ ഓരോ എക്സസൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പം നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്രെഡ്മിൽ എക്സസൈസ്, ഓടാൻ പോകും അങ്ങനെയുള്ള എക്സസൈസ് അല്ല അഡ്വൈസ് ചെയ്യുന്നത്. നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിയോതെറാപ്പികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വയറ് ചാടുന്ന കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ കഴിവതും ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ അമ്മമാർ കാൽസ്യം ടാബ്ലറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫീഡിങ് ടൈമിൽ അമ്മയുടെ ശരീരത്തിലുള്ള കാൽസ്യമാണ് ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ ബേബിക്ക് കിട്ടുന്നത്. അപ്പം മദറിൻ്റെ കാൽസ്യം സ്റ്റോഴ്സ് ഒക്കെ കുറയാനുള്ള സാധ്യത, അത് ഭാവിയിൽ അവർക്ക് ബാക്ക് പെയിനും തേയ്മാനും ഒക്കെ നേരത്തെ വരാനുള്ള റിസ്ക് കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാൽസ്യം ടാബ്ലറ്റ്സ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്.
പിന്നെ നമ്മൾ ആ ഫീഡിങ് ടൈമിൽ പൊതുവെ വെയിറ്റ് റിഡക്ഷൻ ഒരു അമ്മമാരോട് അഡ്വൈസ് ചെയ്യാറില്ല. അവരാവശ്യത്തിനുള്ള ഫുഡ് എടുത്തെങ്കിൽ മാത്രമേ അതിനുള്ള കാലറീസ് ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് തന്നെ ഒരു എക്സേർഷനാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് 6 മന്ത്സ് എക്സ്ക്ലൂസീവ്ലി ചെയ്യാനായിട്ട് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെ കുറച്ച് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് 6 മാസം ആകുമ്പോഴേക്കും തന്നെ അമ്മമാരെല്ലാം തന്നെ പഴയ വെയിറ്റിലോട്ട് പൊതുവെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കഴിക്കുന്നത് എപ്പോഴും പോഷക സമൃദ്ധമായ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ കൂടുതലുള്ള, ഫൈബർ കൂടുതലുള്ള, കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള ഫൈബർ റിച്ച് ഡയറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ഡെലിവറിക്ക് ശേഷം നല്ലത്. അവർക്ക് വെയിറ്റ് കൂടാതിരിക്കാനും എങ്കിൽ ന്യൂട്രീഷൻസ് എല്ലാം അവരുടെ ശരീരത്തിൽ കിട്ടാനും ഇത്തരം ആഹാരം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഡെലിവറിക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ചേഞ്ചസ് പല സ്ത്രീകളിലും കാണാറുണ്ട്. പല സ്ത്രീകളും ഡെലിവറി കഴിഞ്ഞ്, പ്രത്യേകിച്ച് മിക്കവരിലും ഒരു 80% സ്ത്രീകളിലും ഒരു പോസ്റ്റ്മോർട്ടം മൂഡ് ചേഞ്ചസ് കാണാറുണ്ട്. അത് നോർമലാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞ് അവരുടെ കയ്യിലോട്ട് വരുമ്പം, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അവർ കുഞ്ഞിനെ നോക്കേണ്ടി വരുമ്പോൾ, പഴയ ആ ലൈഫിൽ നിന്നൊരു ചേഞ്ച് വരുമ്പം അമ്മമാരിൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം മൂഡ് ചേഞ്ചസ് ഒക്കെ വരുന്നത്. അത് ചിലരിൽ അത് സിവിയർ ആവാറുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം ട്രീറ്റ്മെൻറ്റും ഒരു കൺസൾട്ടേഷനും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങൊക്കെ വേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്. ചെറിയ രീതിയിലുള്ള മൂഡ് ചേഞ്ചസിന് അവർക്കൊരു ഫാമിലി സപ്പോർട്ട്, ഫാമിലിയിൽ നിന്നുള്ള അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അങ്ങനെ അവർക്ക് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ടിലൂടെ അവർക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് വരുന്ന മൂഡ് ചേഞ്ചസിനെ അവർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ കഴിവതും ചിലർക്ക് രാത്രിയിൽ ഉറക്കക്കുറവ് വരാറുണ്ട്. ഉറക്കക്കുറവ് വരുന്നവരിൽ നമുക്കറിയാം ബേബി പകൽ സമയത്തായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ ബേബി ഉറങ്ങുന്ന സമയത്ത് മദറിനും കുറച്ച് റെസ്റ്റ് കൊടുക്കുക. പിന്നെ രാത്രിയിൽ വല്ലാണ്ട് ഉറക്കം കളിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് BP കൂടാനുള്ള സാധ്യത കാണാറുണ്ട്. അപ്പം അവരൊരു കെയർ ടേക്കർ അവരെ രാത്രിയിൽ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാനായിട്ട്, ബേബിയെ ഫീഡ് ചെയ്യാത്ത ടൈമിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് സമയം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പല രീതിയിലും ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് നമുക്ക് ഇമോഷണലി ഒത്തിരി ഹെൽപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഭർത്താക്കന്മാരുടെ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെലിവറി കഴിഞ്ഞ ശേഷം പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നന്ദി.